ഈ മിക്സി എങ്ങനെയാണോ ഉള്ളത് അങ്ങനെ അങ്ങോട്ട് ഇട്ടിട്ട് പോയിക്കോളും. ഒരു പണി എടുത്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് ക്ലീൻ ചെയ്തിട്ടിട്ട് പോവുക. ആവുന്നില്ല. അല്ലെങ്കിൽ എന്തിനീ മിക്സി വാങ്ങണ്ടില്ലായിരുന്നു ഇപ്പഴാ തോന്നുന്നു. ചമ്മന്തി കഴിച്ച് കഴിച്ച് മനുഷ്യന് മടുത്തു. ദോശ ഉണ്ടാക്കി അപ്പം ഉണ്ടാവും ചമ്മന്തി. കുഞ്ഞുറങ്ങിയോ? അമ്മ കുഞ്ഞുറങ്ങി. നിനക്കെന്താ കഴുത്ത് വേദന ഉണ്ടോ? ആ നല്ല കഴുത്ത് വേദന, നടുവേദനയുണ്ട്. എനിക്ക് തോന്നുന്നു നീരായിട്ടുണ്ടാവുന്നത്. രാത്രി മുഴുവൻ നീ ഫീൽ ചെയ്ത് കിടന്നിട്ടെ. മോക്കാണെങ്കിൽ ബെഡ് കണ്ടാൽ പിന്നെ കളി തുടങ്ങും. അതിന് കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുമ്പോഴേ അമ്മമാരെ സൗകര്യം നോക്കിയിട്ട് പാല് കൊടുക്കരുത്. കിടന്ന് പാല് കൊടുക്കുമ്പോൾ അങ്ങനെ പലതും ഉണ്ടാവും. കഴുത്ത് വേദനയും കാലുവേദനയും നടുവേദനയും ഒക്കെ ഉണ്ടാവും. കുട്ടികൾ എത്ര പ്രാവശ്യം എണീറ്റാലും ക്ഷമയോടുകൂടി ഇരുന്ന് പാല് കൊടുക്കാനുള്ള ഒരു മനസ്സുണ്ടാവും. വേണേ ഒരു തലേണ പുറകിൽ വെച്ചോ. പിന്നെ നടുവേദന ഉണ്ടാവില്ല, ഒരു വേദന ഉണ്ടാവില്ല. നീ 5 പ്രാവശ്യം പാല് കൊടുത്തു, 6 പ്രാവശ്യം പാല് കൊടുത്തു എണ്ണി കണക്കൊന്നും വെക്കാൻ നിൽക്കരുത്. അങ്ങനെ തന്നെയാ വേണ്ടത്. എന്താ ചമ്മന്തി മാത്രമേ ഉണ്ടാക്കിയുള്ളൂ? അത് കൂട്ടിയിട്ടാണോ ഒന്നിപ്പോ രാവിലെ ഭക്ഷണം കഴിക്കുന്നത്? ഞാൻ സാമ്പാർ ഉണ്ടാക്കാൻ തന്നെ വിചാരിച്ചു. രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് വഴറ്റി ചമ്മന്തിയാക്കി. പിന്നെ കഷ്ണം മുറിക്കുമ്പോഴത്തേക്കും കുഞ്ഞെണീറ്റു. അപ്പൊ നേരെ പോയതാ. അല്ലെങ്കിൽ ഇന്ന് എത്ര പ്രാവശ്യം ഒന്നും എണീറ്റിരിക്കണേ. 4 മണിക്ക് അവൾ എണീറ്റിട്ടുണ്ട്. പിന്നെ 6 മണി വരെ ഞാൻ എടുത്തോണ്ട് നടന്നല്ലേ. പിന്നെ ഒന്ന് പാലും എടുത്ത് ഉറക്കി. അപ്പൊ തന്നെ പിന്നെയും വന്നു. പിന്നെ എത്ര നേരം ആ മുറ്റത്ത് എടുത്തോണ്ട് നടന്നു. പിന്നെ ഇച്ചിരി ഭക്ഷണം കൊടുത്ത് കുളിപ്പിച്ച് ഒന്ന് കിടത്തിയതാ. എപ്പോ വേണമല്ലോ എഴുന്നേറ്റ് വരാം. എന്ത് പറഞ്ഞാലും നിനക്ക് ഇതുപോലെ ഒരു 1000 ന്യായീകരണങ്ങൾ ഉണ്ടാവും. എന്തായാലും നീ എന്തൊക്കെയൊക്കെയോ ഇവിടെ ചെയ്തിട്ട് പോകുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഇത്തിരി കറിയും കൂടി ഉണ്ടാക്കി വെച്ച് പോയാൽ എന്താ? ഇതിപ്പോ ദോശയ്ക്ക് ചമ്മന്തി കൂട്ടി കഴിച്ചു കഴിച്ച് മനുഷ്യന് മടുത്തു. കഴിഞ്ഞ ആഴ്ച ഇഡലിക്ക് നീ ഇത് ചെയ്തിട്ട് പോയില്ലേ? അതെങ്ങനെയാ? തലേന്ന് തന്നെ ചിന്തിക്കും, നാളെ ചമ്മന്തി ഉണ്ടാക്കിയാൽ മതിയല്ലോ എന്ന്. അപ്പൊ പിന്നെ അങ്ങനെയല്ലേ ഉണ്ടാവും. ഈ കടലയും പയറൊക്കെ വെറുതെ വാങ്ങി വെച്ചതാ. പക്ഷെ വെള്ളത്തിലിട്ട് കുതിർക്കുക, എന്നിട്ട് കുറച്ച് ഉണ്ടാക്കുക കറി. മനുഷ്യന് സമാധാനത്തിൽ ഭക്ഷണം കഴിക്കാലോ. ഞാനിപ്പോ ചെയ്യാമേ. സമയം 9 മണി കഴിഞ്ഞല്ലേ. വേണ്ട. നീ സാമ്പാർ എന്ന് പറഞ്ഞാൽ തട്ടിക്കൂട്ടി അങ്ങോട്ട് ഉണ്ടാക്കി തരും. അത് കൂട്ടിയൊന്നും കഴിക്കാൻ പറ്റൂല. സാമ്പാറായിട്ട് വരണമെങ്കിൽ എന്തായാലും 1 മണിക്കൂർ വേണ്ടേ. ഞാൻ 12 മണിക്ക് ഭക്ഷണം കഴിക്കാനാ. ഇല്ലെങ്കിൽ എനിക്ക് പ്ലാസ്റ്റർ ഇട്ടിട്ട് അത് മാറ്റിയതിനു ശേഷം ഭയങ്കര ആരോഗ്യ പ്രശ്നങ്ങളാ. ഇത് ഒന്നും കിട്ടൂല, ഒരു വിറ്റാമിനും കിട്ടൂല, ഒന്നും കിട്ടൂല. ഇത് മാത്രം ഞാൻ ഇങ്ങനെ കഴിച്ച് നടക്കണ്ടേ. എനിക്കൊന്നും ഈ അസുഖമൊന്നും ജന്മം മാറൂല ഇങ്ങനെയൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിലും. എന്തേലും ആയിക്കോട്ടെ. അമ്മ എനിക്ക് പറ്റാഞ്ഞിട്ടാ. ഞാൻ കുഞ്ഞിനെ എടുത്ത് നടക്കുക. എന്തൊക്കെ ചെയ്യും ഇവിടെ. ഏട്ടനോട് ഞാൻ പറഞ്ഞതാ ഒന്ന് കുക്കറിൽ ഇടുന്നു. അല്ലെങ്കിൽ അമ്മയ്ക്കൊന്ന് വന്ന് നോക്കിയാൽ മതിയായിരുന്നു. പിന്നെ എനിക്ക് എന്റെ കാര്യം തന്നെ നോക്കാൻ വയ്യ. അതിന്റെ ഇടയ്ക്ക് ഞാൻ നിനക്ക് കൂടി ഭക്ഷണം ഉണ്ടാക്കുന്നതിന് മുമ്പ് കൊണ്ട് വെച്ചൊന്ന് തരാം. ഇനി മതി ദോശ. ചമ്മന്തി അത് കൂട്ടി കഴിക്കാം. മരുമക്കള് കൊള്ളില്ലേ പിന്നെ വേറെ എന്ത് ചെയ്യാൻ? രാവിലെ എഴുന്നേറ്റ മുതൽ ഈ ഫോൺ നോക്കിയിരിക്കലല്ലേ, ഇതുവരെ കഴിഞ്ഞില്ല? അതിന് ഞാൻ ഫോൺ നോക്കി നിനക്കെന്താ? ഞാൻ വെറുതെ ടൈം പാസിന് വേണ്ടി ഇരിക്കല്ല, ന്യൂസ് വായിച്ചുകൊണ്ടിരിക്കുക. ലോകകാര്യങ്ങൾ അറിയണ്ടേ? നല്ല ആളാ. രാവിലെ 6:30 മുതൽ 7 വരെ ന്യൂസ് പേപ്പറും വായിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷം ഫോണും എടുത്തിട്ട് ഞാൻ നിങ്ങളോട് കുഞ്ഞിന് ഓർക്കാൻ പറഞ്ഞല്ലേ, പച്ചക്കറി മുറിച്ച് വെച്ചാൽ കുക്കറിൽ എടുത്തിടണമെന്ന്. അത് മറന്നുപോയി. നീ എന്തിനാ വെറുതെ ചൂടാവുന്നത്? ഞാൻ സംഭവം മറന്നുപോയതാ. അല്ലെങ്കിൽ ഇതൊക്കെ എന്നോട് പറയേണ്ട വല്ല കാര്യമുണ്ടോ? കുഞ്ഞിനെ ഓർക്കുന്നതിന് മുമ്പ് നിനക്ക് ഒരു 2 മിനിറ്റ് പോരെ അന്ന് ഇട്ടിട്ട് പോവാൻ? ഇതിപ്പോ ഭക്ഷണം കഴിക്കാൻ നേരത്ത് കറിയില്ല എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാനാ? എന്ത് ചെയ്തുതരാൻ പറഞ്ഞാലും ഇതാ ഇങ്ങനെയാ മറുപടി കൊണ്ടുവരിക. പിന്നെ നമ്മളൊന്നും അങ്ങോട്ട് പറയില്ലല്ലോ. നിങ്ങൾ ഒന്ന് അടുക്കളയിൽ വന്ന് ഇത്തിരി സഹായിച്ചിരുന്നെങ്കിൽ എനിക്ക് എന്തൊരു ഉപകാരമാകുന്ന അറിയോ? അല്ലെങ്കിൽ പിന്നെ കുഞ്ഞിനെ ഒന്ന് നോക്കി തരണം, അതുമില്ല. ഞാൻ എന്തെങ്കിലും അടിച്ചു വാരേ തുടക്കി എന്തെങ്കിലും ചെയ്യുമ്പോഴത്തേക്കും കുഞ്ഞെണീക്കും. പിന്നെ ഇടയ്ക്ക് അത് ഇട്ടിട്ട് പോകും. അതാ നിങ്ങളൊന്ന് വന്നിട്ട് അത് ബാക്കി ചെയ്തു തരാം, അതില്ല. ഞാൻ ആ കുഞ്ഞിനെ ഓർക്കിയിട്ട് വന്നിട്ട് വേണം പിന്നെ ചെയ്യാൻ വേണ്ടിയിട്ട്. കുട്ടി എണീക്കുന്ന വിചാരിച്ചിട്ടാണ് ഓരോ പണിയും സ്പീഡായിട്ട് തീർക്കുന്നത്. ഒന്ന് ഡയപ്പർ മാറ്റേണ്ട സമയം വന്നാൽ ഇതാ കുഞ്ഞ് മൂത്രം ഒഴിച്ചിട്ടോ ഒന്ന് ഡയപ്പർ മാറ്റി കൊടുക്കുന്നത്. അതെ, നിങ്ങളുടെയും കൂടി കുഞ്ഞാ. അല്ലെങ്കിൽ ഞാൻ ഈ മൊബൈൽ ഫോണിയാണോ പ്രസവിച്ച് 24 മണിക്കൂർ ഇതിനെയും ആലോചിച്ചുകൊണ്ട് നടക്കാൻ? ഈ സമയം കുഞ്ഞിനെ ഒന്ന് നോക്കിയിരുന്നെങ്കിൽ എനിക്ക് അടുക്കളയിൽ എല്ലാ പണിയും ചെയ്യായിരുന്നല്ലോ. പിന്നെ ഇങ്ങനെ ഒന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? നിന്റെ തെറ്റിന് നീ എന്തിനാണ് അവനോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? അവൻ എന്ത് ചെയ്തു? എല്ലാ വീട്ടിലും ഭർത്താക്കന്മാരാണോ രാവിലെ നേരത്തെ എണീറ്റ് ചോറുണ്ടാക്കി കറി ഉണ്ടാക്കി അടിച്ചു വാരി തുടച്ച് കുട്ടീന്റെ ഡയപ്പറൊക്കെ കഴുകി തുണിയെല്ലാം കഴുകിയിട്ടിരിക്കുന്നത്? അവൻ എവിടെയെങ്കിലും ഇത്തിരി മനസമാധാനത്തോടെ ഇരുന്നോട്ടെ. ഞാൻ ഇത്തിരി സ്വൈരം കൊടുക്കും. എന്തിനാ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്? അല്ലെങ്കിലും അമ്മമാരെ ഇങ്ങനെ കുട്ടി എണീറ്റു എന്ന് ഒരു കാരണവും പറഞ്ഞിട്ട് ചോറും ഉണ്ടാക്കില്ല കറി ഉണ്ടാക്കില്ല അങ്ങനെ നടക്കുകയല്ല ചെയ്യേണ്ടത്. അതിന് അമ്മ എന്നെ ഇങ്ങനെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? ഈ ലോക കാര്യങ്ങൾ മുഴുവൻ അപ്ഡേറ്റ് ചെയ്യുന്ന സമയം ഉണ്ടെങ്കിൽ വീട്ടിൽ അടുക്കളയിൽ എന്തൊക്കെയാ ഉള്ളത് നിങ്ങൾക്കൊന്ന് നോക്കിക്കൂടായിരുന്നു?
സമയത്തിന് ഭക്ഷണം ആയെങ്കിൽ അതിന്റെ വഴി ഞാൻ കേൾക്കണം. നിനക്ക് 4 മണിക്ക് 3 മണിക്കൊക്കെ എണീക്കണം. എന്നിട്ട് എന്താ വേണ്ട ചെയ്യുക. ഇങ്ങനെയാണ് കുടുംബത്തിലുള്ള പെണ്ണുങ്ങൾ വേണ്ടത്. ഇന്നലെ രാത്രി 8 മണിക്ക് ഭക്ഷണം കഴിച്ച് കിടന്നതാ. എനിക്ക് നല്ല വിശപ്പുണ്ട്, ഞാൻ പോയി കഴിക്കട്ടെ. എനിക്ക് ചമ്മന്തി അത് മതി. ഇത് വേറൊന്നുമല്ല, നീ ഒരുപാട് പാവമായി പോയി, അത് തന്നെ. അവനാണെങ്കിൽ ഭക്ഷണം കൊടുത്താലും കുഴപ്പമില്ല, ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഒന്നും പറയില്ല. വല്ല അൾസറും വരുത്തി വെക്കണ്ട അവന്. ഉച്ചയ്ക്കുള്ള ഭക്ഷണം, രാത്രിക്കുള്ള ഭക്ഷണം, ഉച്ചയ്ക്ക് എന്തൊക്കെയാ ഇവിടെ നടക്കുന്നു. ഇനി വല്ല പനിയോ മറ്റോ വന്നിട്ടേ ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്യുമ്പോൾ അറിയാം, രക്തവും ഇല്ല, അതില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ലോഡ് മരുന്ന് അങ്ങോട്ട് എഴുതി തരും. ഞങ്ങൾക്ക് എല്ലാവർക്കും ഹോസ്പിറ്റലിൽ പോയി കിടക്കുക, അതന്നെ നല്ലത്. നിന്റെ ഇഷ്ടം പോലെ ചെയ്യും. നിങ്ങൾക്ക് വേണേ വന്ന് കഴിക്കും. കണ്ടോ, അവളെ വയറ് നിറയ്ക്കാനാണ് ആദ്യം പോകുന്നത്. നീ കഴിച്ചോ, ഞാൻ കഴിച്ചോ, നമ്മൾ പട്ടിണിയാണോ, അതൊന്നും അവക്ക് വിഷയമല്ല. എന്റെ കാര്യം വിട്, ഞാൻ അമ്മായിയമ്മയല്ലേ. ഇപ്പൊ എന്നെ നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ ഈ പച്ചവെള്ളം കുടിച്ചിട്ടാണെങ്കിലും വയറ് നിറയ്ക്കും. ഭർത്താക്കന്മാര് കഴിച്ചിട്ടാ ഭാര്യമാര് കഴിക്കുക. ഷോ തുടങ്ങി. അവന് മുമ്പിൽ ഒരു പ്ലേറ്റ് കൊണ്ടുവച്ചാൽ 2 ദോശയും കുറച്ച് എന്തെങ്കിലും കറി ഇട്ട് കൊടുത്തിട്ട് അവനെ കഴിപ്പിച്ചിട്ട് വേണ്ടേ നീ കഴിക്കാൻ. അതൊന്നും ഇവിടെ ഇല്ല. അത് സാരില്ലമ്മേ, അവക്ക് സമയം കിട്ടണ്ടേ എല്ലാം ചെയ്യാൻ. നീ വെറൊരു പോഴനായി പോയല്ലോടാ. ഇനിയിപ്പോ ഉച്ചയ്ക്ക് അവള് നിനക്ക് ഈ ചമ്മന്തേനെ തരും, അപ്പോൾ നീ അതന്നെ കഴിക്കുവോ? ഒന്നും കൊടുത്തില്ല, പട്ടിണി കിട്ടാലും അവന് കുഴപ്പമില്ല. വെറുതെ അല്ല ഭാര്യമാരിങ്ങനെ കാണിക്കുന്നു. അമ്മേ, ദയവ് ചെയ്ത് ഇങ്ങനെ ഒച്ചയിട്ട് കുഞ്ഞിനെ എണീപ്പിക്കല്ലേ. ഞാൻ ഇത്ര സമാധാനത്തോടെ ഭക്ഷണം കഴിച്ചോട്ടെ. നീ നിന്റെ കാര്യം മാത്രം നോക്കിക്കോ, അതെനിക്ക് അറിയണല്ലേ. അതിനാണ്ട് അത്രയും കാണിച്ചു കൂട്ടുന്നത്. അപ്പുറത്തെ സീതേന്റെ മരുമോളില്ലേ, അതിനെയൊക്കെ കണ്ടു പഠിക്കണം. 6 പേരാണ് ആ കുടുംബത്തില്. 6 വെച്ച് വിളമ്പിയിട്ടാണ് അവള് കഴിക്കുക. അതൊക്കെയാണ് മരുമക്കൾ. യോഗമുള്ളവർക്ക് നല്ലതിന് കിട്ടും, അല്ലാത്തവർക്ക് എന്ത് ഇതെങ്ങനത്തെ ഓരോന്ന് വന്നു കയറും. 4 മണിക്കൊക്കെയാ പെണ്ണ് എണിക്കല് എന്നും. ഒരു സാമ്പാറല്ലേ ഇപ്പൊ ഉണ്ടാക്കാൻ പറ്റാതിരുന്നത്, അത് ഞാൻ ഉച്ചയ്ക്ക് ആക്കിക്കോളാം. ഒരു കാര്യം പറയാം, ഒച്ചയിട്ട് കുഞ്ഞ് എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോ കുഞ്ഞിനെ എടുത്തോണ്ട് നടക്കും. നിങ്ങൾ ആരും ഹെൽപ്പ് ചെയ്യില്ലല്ലോ. പിന്നെ സാമ്പാർ ഉണ്ടാക്കലോ ഒന്നും ഉണ്ടാക്കലും നടക്കൂല. അതന്നെ. നീ എന്തിനാണ് ഈ വെറുതെ അമ്മേനെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കാൻ നിൽക്കുന്നത്? അമ്മയ്ക്ക് വേണ്ടെന്ന് വെച്ചാൽ കുറച്ച് നേരത്തെ എഴുന്നേറ്റ് ചെയ്തു കൊടുത്തുകൂടായിരുന്നോ? ഇത് രാവിലെ തന്നെ മനുഷ്യന്റെ മനസമാധാനം കളയാൻ വേണ്ടിയിട്ട് തുടങ്ങും. ഒന്ന് നിർത്തുന്നുണ്ടോ രണ്ടാളും കൂടി? കുഞ്ഞിന്റെ കാര്യങ്ങൾ നോക്കുന്നതിന്റെ ഇടയ്ക്ക് ഇവിടെ ഒന്ന് ഭക്ഷണം ഉണ്ടാക്കാൻ വൈകി, അതിനാണ് ഇത്രയും വലിയ സംസാരം. അമ്മയ്ക്ക് വൈറ്റമിൻ കിട്ടില്ല, മോൻ അൾസർ വരും, എന്തൊക്കെയായി പറയുന്നത്? ഒരു കുഞ്ഞിന് പാൽ കൊടുക്കുന്ന ഒരു അമ്മയല്ലേ ഞാൻ. എനിക്ക് എന്തൊക്കെയാ വേണ്ടത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കല്യാണം കഴിഞ്ഞ് 2 മാസം ആകുമ്പോഴത്തേക്കും അതാ രാജേഷിന്റെ ഭാര്യ പ്രഗ്നന്റ് ആയി, രമേഷിന്റെ ഭാര്യ പ്രഗ്നന്റ് ആയതുകൊണ്ട് അമ്മയ്ക്കില്ലാത്ത ടെൻഷൻ ഇല്ല. നിങ്ങൾക്ക് ഉണ്ടായിരുന്നല്ലോ കുറെ ആഗ്രഹങ്ങൾ. ഇരട്ട കുട്ടികളായിരിക്കണം, പിന്നെ 3 പിള്ളേർ വേണം, പെൺകുട്ടി ആയിരിക്കണം, ആൺകുട്ടി ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് ഇപ്പൊ കുഞ്ഞ് ഉണ്ടായി കഴിഞ്ഞപ്പോ ആർക്കും അതിനെ നോക്കാൻ വയ്യ. നീയല്ലേ അമ്മ, നിന്റെ ഒറ്റയ്ക്കുള്ള ഉത്തരവാദിത്ത കുട്ടിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. അച്ഛൻ ഇതിലൊന്നും ഒരു റോളും ഇല്ല. കുഞ്ഞ് കരഞ്ഞ അച്ഛനെ എടുക്കാൻ അറിയില്ല, കുഞ്ഞിനൊന്ന് കുളിപ്പിക്കാൻ പറഞ്ഞാൽ അത് അച്ഛൻ അറിയില്ല, കുട്ടിക്ക് ഭക്ഷണം കൊടുക്കാന്ന് പറഞ്ഞാൽ അത് അച്ഛൻ അറിയില്ല. നിങ്ങൾക്ക് ഒന്നും അറിയില്ല. കുഞ്ഞ് രാത്രി 12-1 മണി വരെ ഉറങ്ങാറുണ്ടോ? ഞാൻ 5-8 പ്രാവശ്യം അതിനുശേഷം എടുത്തിട്ട് അവളെ ഫീഡ് ചെയ്യാറില്ലേ. രാവിലെ വരെ ചിലപ്പോ ഞാൻ മിണ്ടാതിരിക്കും കുഞ്ഞിനെ എടുത്തിട്ട്. അന്നേരമൊക്കെ ഏട്ടൻ കൂർക്കം വലിച്ച് ഉറങ്ങായിരിക്കും, ഇതൊന്നും അറിയാണ്ട്. എന്നിട്ട് രാവിലെ 5-6 മണിക്ക് കുഞ്ഞ് എണീറ്റ് വരുമ്പോ നീ ഒരു അരമണിക്കൂർ വേണേ കിടന്നോ, കുട്ടീനെ ഞാൻ നോക്കിക്കോളാം നിങ്ങൾ പറയാറുണ്ടോ? അത് രാവിലെ എഴുന്നേറ്റ് അതിന് ഭക്ഷണം കൊടുത്ത് ഡയപ്പർ മാറ്റി കൊടുത്ത് നപ്പിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കഴുകി കൊടുത്ത് കുളിപ്പിച്ച് എന്നിട്ട് ഒന്ന് കിടത്തി അത് വരുമ്പോഴേക്കും പിന്നെ എണീക്കും. അതിന്റെ ഇടയ്ക്കാണ് വീട്ടിലെ പണികൾ മുഴുവൻ ചെയ്യുക. അപ്പൊ നിങ്ങളല്ലേ ചിന്തിക്കേണ്ടത്, ഇവൾ ഇത്രയും കഷ്ടപ്പെടുകയാണ്, കുഞ്ഞിന് ഇത്രയും ഫീഡ് ചെയ്യാണ്, അവക്കാണ് പോഷകാഹാരത്തിന്റെ കുറവുള്ളത്, അവക്ക് വേണ്ട കാര്യങ്ങൾ അവക്ക് പറ്റില്ലെങ്കിൽ നമ്മൾ വേണം ചെയ്തു കൊടുക്കാൻ. അമ്മ പോട്ടെ, അമ്മേന്റെ കാര്യം ഞാൻ പറയുന്നില്ല, അമ്മയ്ക്ക് പ്രായമായി. പക്ഷെ എന്റെ ഭർത്താവായ നിങ്ങൾ ഇവിടെ ഉണ്ടല്ലോ, 24 മണിക്കൂറും ഫോണും നോക്കിയിട്ട് അതിലെ കാര്യങ്ങൾ മുഴുവൻ അപ്ഡേറ്റ് ചെയ്യുന്നില്ലേ? അപ്പൊ ഒരു പ്രസവിച്ച ഭാര്യയ്ക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കണം നിങ്ങൾക്കൊന്ന് നോക്കി മനസ്സിലാക്കിക്കൂടാ? അയ്യോ, നീ വല്ലാത്തൊരു സാധനമാണല്ലോ. നമ്മൾ ഇവളെ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുമ്പോ ഇവളെ എല്ലാ കുറ്റങ്ങളും ബാക്കിയുള്ളവരുടെ തലയിലേക്ക് ഇടുക. അപ്പൊ നീ എന്താ വിചാരിച്ച് എന്റെ മോനെ കൊണ്ട് വീട്ടിലെ പണി മുഴുവൻ എടുപ്പിച്ചിട്ട് ഇവിടെ കൊച്ചമ്മ ചമഞ്ഞിരിക്കാന്നോ? അമ്മേ, ഞാനിവിടെ കൊച്ചമ്മ ചമഞ്ഞിരിക്കാൻ തീരുമാനിച്ചൊന്നും അല്ല. കുറെയായി ഞാൻ ഇതൊക്കെ സഹിക്കുന്നത്. എല്ലാവർക്കും നിങ്ങൾക്ക് അത് ചെയ്തില്ല, ഇത് കിട്ടിയില്ല, മറ്റേ കിട്ടിയില്ല എന്നുള്ള പരാതി മാത്രമേ ഉള്ളൂ. ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്ന ഒരു മദറെ നല്ല വീക്കാവും. നമ്മുടെ ശരീരത്തിന് ഒരുപാട് വൈറ്റമിൻസ് എപ്പോഴും പോയിക്കൊണ്ടിരിക്കും. കുഞ്ഞിന് പാല് കൊടുക്കുന്നവർ 4, 5, 6, 7 പ്രാവശ്യമൊക്കെ പാല് കൊടുക്കുന്നുണ്ട്. പിന്നെ രാത്രിയാണ് ഉറക്കമില്ല.
ഇപ്പൊ വിളർച്ച മുതലായ പ്രശ്നങ്ങളും ഉണ്ടാവും. ആ സമയത്തെ നീ പാല് കഴിക്കി, മുട്ട കഴിക്കി, 11 മണിക്ക് സ്നാക്സ് എടുത്ത് കഴിക്കി, ഉച്ചയ്ക്ക് ചോറിന് ഇന്ന സാധനങ്ങൾ എടുത്ത് കഴിക്കുന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളാണ് എന്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യേണ്ടത്. നിങ്ങൾ എന്തെങ്കിലും ഉറപ്പ് വരുത്തിയിട്ടുണ്ടോ? നിങ്ങളുടെ ഭാര്യ പാലും മുട്ടയും പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും എല്ലാം പ്രോപ്പറായിട്ട് കഴിച്ചിട്ട് ആരോഗ്യവതിയായിട്ട് ഇരിക്കുകയാണ്, എന്നിട്ടാണ് കുഞ്ഞിന്റെ കാര്യങ്ങൾ നോക്കണെന്ന്? എടി നിന്റെ പറച്ചിലേടാ തോന്നുന്നു നീ മാത്രമേ ലോകത്ത് പ്രസവിച്ചുള്ളൂ, വേറെ ആർക്കും കുഞ്ഞുങ്ങളില്ലാന്ന്. എടി ഇതൊന്നും വലിയ സംഭവമല്ല. നീ ഇതെന്തോ സംഭവമായിട്ടൊന്നും വിചാരിക്കുന്നതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ തോന്നുന്നത് നിനക്ക്. നിസ്സാരമായിട്ട് കണ്ടുനോക്ക്, അപ്പൊ നിനക്ക് മനസ്സിലാവും ഇതൊന്നും ഒന്നും അല്ലാന്ന്. അത് തന്നെ, ഇവള് ഫോണിലും അവിടെ ഇവിടെ ഒക്കെ നോക്കിയിട്ടേ ഓരോന്ന് ഇങ്ങനെ കണ്ടുപിടിക്കും, എന്നിട്ട് ഓരോ പരാതിയായിട്ട് ഇങ്ങോട്ട് വരും. അതല്ലെങ്കിൽ ഈ ഡോക്ടർമാര് പലതും പറയും, അതുപോലെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഞങ്ങളുടെ കാലത്തും ഇതൊക്കെ ഉണ്ട്. ആ സമയത്തൊക്കെ ഈ അംഗനവാടിയിൽ നിന്ന് വന്നിട്ടേ അയൺ ഗുളിക അങ്ങോട്ട് തരും, അതൊക്കെ ഞങ്ങൾ കഴിച്ചില്ല, അതേ കഴിച്ചിട്ടുള്ളൂ. അല്ലാണ്ട് ഈ ജ്യൂസും മുട്ടയും പാലും ഒന്നും ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ലപ്പാ. ഇത് ഇപ്പോഴത്തെ പെമ്പിള്ളാരുടെ ഓരോന്നും കൊണ്ട് ഇവിടെ വരിക, എന്നിട്ട് ബാക്കിയുള്ളവരെ അങ്ങോട്ട് ഭരിക്കാൻ നിൽക്കുക. അമ്മ തന്നെ ഇത് പറയണം. അഞ്ജലി പ്രസവിച്ച സമയത്തെ അമ്മ ഇങ്ങനെയൊന്നും അല്ലല്ലോ പെരുമാറിക്കൊണ്ടിരുന്നത്. പ്രസവിച്ച പെണ്ണാണ്, അവൾക്ക് കുരുമുളകിന്റെ കറി കൊടുക്കണം, പിന്നെന്താ മീന് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കണം, ചെറുമീന് കൊടുത്താലേ പാല് കിട്ടൂ, ചീര ഡെയിലി കൊടുക്കണം, മുട്ട കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് 24 മണിക്കൂറും അവളുടെ കാര്യങ്ങൾ നോക്കിക്കൊണ്ട് നടക്കുകയല്ലായിരുന്നോ? അല്ല, അത് തന്നെയാണ് ശരി. അത് അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. അത് പക്ഷെ മരുമോളെ കാര്യം വരുമ്പോൾ മാത്രം എന്താ, മരുമോക്ക് അത് വേണ്ട, മരുമോക്ക് ഇത് വേണ്ടാന്ന്. അവക്ക് ഉറക്കം പോകുമ്പോഴത്തേക്ക് അമ്മയ്ക്ക് വലിയ ടെൻഷൻ ആയിരുന്നില്ലേ? അയ്യോ മോൾ ഉറങ്ങാതിരിക്കുകയാണ്, പകല് അമ്മ കുട്ടീനെ എടുത്ത് നടന്നിട്ടില്ലേ, നീ ഉറങ്ങിക്കോന്ന് പറഞ്ഞിട്ട് അവൾക്ക് പാലും മുട്ടയും എല്ലാ സമയത്തിനും കൊണ്ട് കൊടുക്കാറുണ്ടായിരുന്നില്ലേ? ഞാനും ഉണ്ടായിരുന്നില്ലേ അവളുടെ കൂടെ എല്ലാ കാര്യത്തിനും? അമ്മ എനിക്ക് ഒരു സെക്കൻഡ് റെസ്റ്റ് തന്നിട്ടുണ്ടോ? കുട്ടികളുടെ കാര്യങ്ങൾ നോക്കണം, വീട് ക്ലീൻ ആയിരിക്കണം, അവൾക്ക് അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്ന് പറഞ്ഞിട്ട്. ഞാനും അങ്ങനത്തെ ഒരു മോള് തന്നെയാ അമ്മേ, ഞാനും പ്രസവിച്ചതാ. അല്ലാണ്ട് എനിക്ക് ആകാശത്ത് കുഞ്ഞിനെ ഞാൻ ഇങ്ങോട്ട് എടുത്തു കൊണ്ടുവന്നതൊന്നും അല്ല. അപ്പൊ ഈ സംരക്ഷണവും ഈ കാര്യം ഭക്ഷണങ്ങളും ഒക്കെ എനിക്കും ആവശ്യമാണ്. ഇത് പ്രസവിച്ച് 8 മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അമ്മമാർക്ക് ഒന്നും വേണ്ട, നിങ്ങളോട് ആരാ പറഞ്ഞത്? നിന്റെ പറച്ചിലെടുത്തൊന്നും ഞാൻ നിനക്ക് ഒന്നും ചെയ്തു തന്നിട്ടില്ലാന്ന്. എടി ഗർഭിണി ആയിരിക്കുന്ന സമയത്തെ ഞാൻ നിന്നെ പൊന്നു പോലെ നോക്കിയില്ലേ? ആ പൊന്നു പോലെ നോക്കി, കാരണം കുഞ്ഞെന്ന് എന്റെ വയറ്റിലാണല്ലോ ഉണ്ടായിരുന്നത്. അപ്പൊ കുഞ്ഞിന് വൈറ്റമിൻ എ കിട്ടണം, ഡി കിട്ടണം, സി കിട്ടണം, ബി കിട്ടണം എന്ന് പറഞ്ഞിട്ടേ പഴവും പച്ചക്കറിയും പാലും മുട്ടയും എല്ലാം എന്നെ കൊണ്ട് കഴിപ്പിച്ചു. പക്ഷെ പ്രസവ ശേഷം പിന്നെ കുഞ്ഞിന്റെ കാര്യങ്ങൾ ഞാൻ നോക്കുമല്ലോ. കുഞ്ഞിന് പാല് കൊടുക്കണം ഞാൻ, കുഞ്ഞിന് ഭക്ഷണം കൊടുക്കണം ഞാൻ. അപ്പൊ പിന്നെ അമ്മയ്ക്കൊന്നും ആവശ്യമില്ലല്ലോ. പല ഫാമിലിയിൽ ഇത് തന്നെ നടക്കുന്നത്. ഡെലിവറി കഴിഞ്ഞാൽ പിന്നെ അമ്മയെ ആർക്കും വേണ്ട, ബ്രസ്റ്റ് ഫീഡ് ചെയ്യാണ്, അവൾക്ക് ഇന്ന ഭക്ഷണം വേണം, ഈ പ്രോബ്ലം ഉണ്ടാവുമെന്നൊന്നും ആരും ചിന്തിക്കൂല. ചിന്തിക്കാണ്ടൊന്നും അല്ല, പലർക്കും ഇതൊക്കെ അറിയാം, പക്ഷെ അറിഞ്ഞിട്ട് മിണ്ടില്ല. കാരണം എങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കെയർ കൊടുക്കേണ്ടി വരുമല്ലോ. പാലെടുത്ത് കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ പച്ചക്കറി എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും, ഫ്രൂട്ട്സ് എടുത്ത് കൊടുക്കേണ്ടി വരും. അതൊക്കെ പ്രശ്നമല്ലേ? ഇതൊന്നും അമ്മ മനസ്സിലാക്കണം ഞാൻ പറയില്ല, കാരണം അമ്മയല്ലല്ലോ അറിയേണ്ടത്, നിങ്ങളല്ലേ അച്ഛൻ. നിങ്ങൾ വേണ്ട എല്ലാ കാര്യങ്ങളും ചിന്തിച്ച് മനസ്സിലാക്കാൻ. ഒരു കുഞ്ഞിന് ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുമ്പോൾ ഒരു അമ്മയുടെ ശരീരത്തിൽ നിന്ന് അയണും കാൽഷ്യം വൈറ്റമിനും മിനറൽസും എല്ലാം കുഞ്ഞിലേക്ക് പോകുന്നുണ്ട്. അതോടുകൂടി ഒരു സ്ത്രീ നല്ല വീക്കാകും. അപ്പൊ അതൊന്ന് സപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചുള്ള ഫുഡ് കഴിക്കണം, അല്ലെങ്കിൽ ധാരാളം ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും. എനിക്ക് എന്റെ പഴയ ഹെൽത്തിലേക്ക് വരണ്ടേ? വർഷങ്ങളോളം എനിക്കിങ്ങനെ വീക്കായി കൊണ്ട് നടക്കാൻ പറ്റുമോ? അതിന് വെജിറ്റബിൾസും ഫ്രൂട്ട്സും എഗ്ഗും മിൽക്കും തുടങ്ങിയ എല്ലാ ഭക്ഷണവും ഒരു സ്ത്രീക്ക് ആവശ്യമാണ് പ്രസവശേഷം. ഇതൊക്കെ കഴിച്ചാലേ ഒരു കുഞ്ഞിന് എന്തൊക്കെ വേണ്ടോ അതൊക്കെ എനിക്ക് കൊടുക്കാൻ പറ്റുമോ പാലിലൂടെ. വൈറ്റമിൻ ബിയും ഡിയും ബി കോംപ്ലക്സും എയും ഇതൊക്കെ ഒരു കുഞ്ഞിനും ആവശ്യമാണ്, അതിന് നല്ല വളർച്ചയ്ക്കും അത് മര്യാദയ്ക്ക് ഉറങ്ങണമെങ്കിലും അതിന് മിനറൽസും വൈറ്റമിൻസിന്റെ കുറവില്ലാതിരിക്കണമെങ്കിലും. ഇതൊന്നും അറിയാണ്ട് നിന്നെ ഗർഭിണിയായപ്പോ ഞങ്ങൾ പൊന്നുപോലെ നോക്കി. ഇനി നീ കുഞ്ഞിനെ അങ്ങോട്ട് നോക്ക്, നീ ഭക്ഷണവും കഴിക്കണ്ട, വെള്ളവും കുടിക്കണ്ട, വീട്ടിലെ പണിയെടുക്കുന്ന പറഞ്ഞ് ഇങ്ങനെ ദ്രോഹിച്ചുകൊണ്ട് നടന്നാൽ എന്താ ചെയ്യാൻ പറ്റുക? അതെ, നിങ്ങളെല്ലാവരും കഴിക്കണതിന്റെ കൂടുതൽ ഭക്ഷണം ശരിക്കും ഞാനാണ് ഇവിടെ കഴിക്കേണ്ടത്. കുഞ്ഞെണീക്കുമ്പോഴേക്കും ഞാൻ എൻ്റെ ഫുഡ് കഴിക്കട്ടെ, എന്നാലേ എനിക്ക് എൻ്റെ കുഞ്ഞിനെ മര്യാദയ്ക്ക് ഫീഡ് ചെയ്യാൻ പറ്റും.